ഹലോ ഹായ് വണക്കം മക്കളെ വണക്കം. അങ്ങനെ ഇന്ന് വ്യസനസമേതം ബന്ധുമിത്രാദികൾ എന്ന സിനിമയാണ് കണ്ടത്. സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് എസ് വിപിൻ, പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് വിപിൻ ദാസ്, നമ്മുടെ ജയ ജയ ജയഹയൊക്കെ എടുത്ത വിപിൻ ദാസ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു സിനിമയിലേക്ക് എത്തിച്ചേരാനുള്ളൊരു പ്രധാന കാരണം ഈ വിപിൻ ദാസ് തന്നെയാണ്. പുള്ളിക്കാരൻ്റെ ഒരു കൺസെപ്റ്റുകൾ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്, അത് ഭയങ്കര രസമാണ്. നല്ല അടിപൊളിയായിട്ട് പുതിയ പുതിയ കുറേ അറ്റ്മോസ്ഫിയറുകൾ മലയാള സിനിമയിൽ ഇങ്ങനെ കുറേ സാധനങ്ങൾ പരീക്ഷിച്ച് കൊണ്ടുവരാൻ പുള്ളിക്കാരന് നന്നായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇത്തവണ പ്രൊഡ്യൂസറിൻ്റെ രൂപത്തിലാണെങ്കിൽ പോലും പുള്ളിക്കാരനെ ആ ഒരു കൺസെപ്റ്റിനെ കൊണ്ടുവരാൻ ശ്രമിച്ചിരിക്കുന്നത് ഭയങ്കര നൈസായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എസ് വിപിൻ എന്ന ഡയറക്ടറും ഈ കാര്യത്തിൽ മിടുക്കനാണ് കേട്ടോ. കാരണം ഒരു ഡാർക്ക് കോമഡി സാധനം അത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് ട്രിവാൻഡ്രം എന്ന് പറയുന്ന ഒരു ഏരിയയെ പ്ലേസ് ചെയ്തിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. സോ ആ ഒരു നാട്ടിൽ സംഭവിക്കാൻ സാധ്യതയുള്ള വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും അതിനിടയിൽ നടക്കുന്ന കോൺഫ്ലിക്റ്റുകളും ഒക്കെ എടുത്തു വെച്ചിട്ട് ഭയങ്കര നൈസായിട്ട് അതിനെ പ്ലേസ് ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഡാർക്ക് കോമഡി എന്ന് പറയുന്ന ഒരു സെറ്റപ്പിലുള്ളൊരു പടമാണ്. നമ്മുടെ ഒരു എന്താ പറയുക, പ്യുവർലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈമയോ എന്ന് പറയുന്നൊരു സിനിമയില്ലേ, അപ്പോൾ ആ ഒരു സിനിമയുടെ ഒരു കോമഡി വെർഷൻ എങ്ങനെയായിരിക്കും പ്ലേസ് ചെയ്യാൻ പോണത്, അതാണ് ഈ സിനിമയിൽ ആക്ച്വലി സംഭവിക്കുന്നത്. ഇതിൻ്റെ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും കഥയുടെ ഒരു അറ്റ്മോസ്ഫിയർ എന്തൊക്കെയാണെന്നുള്ളത്. സോ ആ ഒരു ഏരിയ പിടിച്ചും കൊണ്ട് ഇവർ കാണിച്ചു വെക്കുന്ന കുറേ പരിപാടികളുണ്ട്. അയ്യോ ഭയങ്കര രസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഒരു മരണ വീടും അതിൻ്റെ ചുറ്റിപ്പറ്റി നടക്കുന്ന കുറേ സംഭവങ്ങളുമാണ്. അവിടെ നടക്കുന്ന കോൺഫ്ലിക്റ്റുകൾ ഏതൊക്കെ തരത്തിൽ ഫണ്ണിയായിട്ട് ഹ്യൂമറായിട്ട് നമ്മുടെ ഫ്രണ്ടിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമോ അതിനെല്ലാം ആ രീതിയിൽ തന്നെ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതിന് പറ്റിയ കുറേ ആർട്ടിസ്റ്റുകൾ. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനകത്ത് മെയിൻ കഥാപാത്രം, അതായത് ഇതിനകത്ത് ഏറ്റവും കോർ എലമെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മല്ലിക സുമാരനാണ്. പുള്ളിക്കാരിയുടെ ഒരു ക്യാരക്ടറുണ്ട് തുടക്കത്തിൽ കാണിക്കുന്ന ഒരു ഭയങ്കര ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു മുത്തശ്ശി, അത്രയും ന്യൂ ജനറേഷനുമായിട്ട് ചേർന്ന് നിൽക്കുന്നൊരു മുത്തശ്ശിയാണ് പുള്ളിക്കാരി. റീൽസൊക്കെ ചെയ്യുന്നു, അങ്ങനെ കുട്ടികളൊക്കെ ആയിട്ട് പോലും ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു മുത്തശ്ശി. അപ്പോൾ അവരുടെ ഒരു ക്യാരക്ടർ മല്ലിക സുകുമാരൻ അടിപൊളിയായിട്ടാണ് മല്ലികാമ്മ അത് ചെയ്തു വെച്ചിരിക്കുന്നത്. ഭയങ്കര രസമായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ആ ഒരു ക്യാരക്ടർ ഭയങ്കര കൂളാണ്. ബട്ട് അത് ആ ഒരു ക്യാരക്ടറിന് എന്താണോ ചെയ്യാനുള്ളത് ആ ഏരിയ വരെ അടിപൊളിയായിട്ട് അത് ചെയ്തു വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഭയങ്കര ഒരു സന്തോഷവും സ്നേഹവും ഒക്കെ തോന്നുന്നൊരു കഥാപാത്രമാണ്. വളരെ കുറച്ച് നേരമേ ഉള്ളൂ സ്ക്രീനിൽ, പക്ഷേ അത്രയും നേരം അവരോട് ഭയങ്കര ഒരു സ്നേഹം തോന്നും. അവർ പറയുന്ന കാര്യങ്ങളോട് പോലും നമുക്കൊരു ഭയങ്കര ഒരു ഇഷ്ടം തോന്നും. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. പിന്നെ അങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അനശ്വര രാജൻ, പുള്ളിക്കാരിക്ക് ഈ ഒരു സിനിമയിൽ എന്താണ് ചെയ്യാനുണ്ടായിരുന്നത് അതിനെ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കോളേജ് പഠനമൊക്കെ കഴിഞ്ഞ് വിവാഹത്തിന് വേണ്ടി തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടി എന്ന് കാണിക്കുന്ന ഒരു സെറ്റപ്പ്. അപ്പോൾ ആ പുള്ളിക്കാരിയുടെ ജീവിതത്തിൽ എന്തൊക്കെയാണോ സംഭവിക്കുന്നത് അതിനെയൊക്കെ അവൾ എങ്ങനെയാണ് നേരിടുന്നത് അതിനെ ആ മീറ്ററിൽ പുള്ളിക്കാരി ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് അസീസ് നെടുമങ്ങാട്. നല്ല അടിപൊളി ക്യാരക്ടർ റോളാണ് കേട്ടോ, നല്ല ക്യാരക്ടർ റോളാണ്. പുള്ളിക്കാരൻ ആ ഡെപ്ത് അറിഞ്ഞ് കണ്ട് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ അറിഞ്ഞ് കണ്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇഞ്ചിയുടെ അങ്ങേരും മാറാതെ ആ ക്യാരക്ടർ എന്ത് ഡിമാൻഡ് ചെയ്തോ അത് പെർഫെക്റ്റായിട്ട് പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. ഒരു നിസ്സഹായനായ പാവപ്പെട്ടവനായ തൻ്റെ കുടുംബത്തിലെ ഏറ്റവും ലോ ലെവലിൽ പോവേണ്ടി വന്ന സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരു സാധാരണക്കാരനായിട്ടുള്ളൊരു മനുഷ്യൻ. അയാളുടെ അവസ്ഥകൾ പലതാണ്. ആ അവസ്ഥകൾ അറിഞ്ഞ് ജീവിക്കുന്ന ഒരു മനുഷ്യൻ. ചിലപ്പോൾ തോന്നി ഇയാൾ എന്താ ഇങ്ങനെ ഇത്രയും ഭാവമായി പോയതെന്ന് നമുക്ക് തോന്നിപ്പോകുന്നൊരു കഥാപാത്രം. അത്രയും നിസ്സഹായനാണ്. അത് അസീസ് അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഗംഭീര പെർഫോമറാണ് ഈ സിനിമയിൽ. കിടിലൻ പെർഫോമൻസ് ആണ്, ഒന്നും പറയാനില്ല. അത്രയും മികച്ച രീതിയിൽ ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചൂരലിനകത്ത പുള്ളിക്കാരൻ, പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ പുള്ളിക്കാരനും അടിപൊളിയായിട്ട് എന്തോ എന്തിനും ഏതിനും കുമാറെ എന്ന് വിളിക്കുന്നൊരു ക്യാരക്ടർ, നാട്ടിലെ ഒരു പഞ്ചായത്തിൽ നിന്ന് ഒരംഗം, പഞ്ചായത്ത് മെമ്പറാണ് പുള്ളിക്കാരൻ്റെ ക്യാരക്ടർ. പിന്നെ പറയാനുള്ളത് ജോമോൻ ജോദർ. അമ്പോ, തുടക്കം തൊട്ട് പുള്ളി ഇങ്ങനെ വരുന്ന ഏരിയയിൽ പുള്ളി ചെയ്യുന്ന കുറേ പരിപാടികളുണ്ട്. തുടക്കത്തിലേക്ക് നമുക്ക് അത്ര ഒരു ഇതായിട്ട് തോന്നത്തില്ല. പുള്ളി വന്ന് പെട്ടുപോകുന്ന സിറ്റുവേഷനാണ്. ആ സിറ്റുവേഷനിൽ നിന്നുണ്ടാകുന്ന കോമഡികളെയാണ് ഈ സിനിമയിൽ അത്യാവശ്യം നല്ല രീതിയിൽ എല്ലായിടത്തും വർക്കായിരിക്കുന്നത്. അത് പുള്ളിക്കാരെ അടിപൊളിയായിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിൽ വന്നിട്ട് പുള്ളിയുടെ കുറച്ച് ഐറ്റങ്ങളുണ്ട്. അമ്മോ, തിയേറ്ററിൽ നല്ല ചിരി പടർത്താൻ പുള്ളിക്ക് ആ സംഭവങ്ങൾ കൊണ്ട് പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഗുരുവായൂരമ്പല നടയിൽ എന്ന് പറയുന്ന സിനിമയിൽ പുള്ളി കാണിച്ചിരിക്കുന്ന ഐറ്റങ്ങൾ തന്നെയാണ് ഈ സിനിമയിൽ വന്നിരിക്കുന്നത്. ബട്ട് എന്നാലും ഈ സിനിമയിൽ പുള്ളിയുടെ കഥാപാത്രത്തിന്, ശക്തി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന് വന്നിരിക്കുന്ന സിറ്റുവേഷൻ, ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് പുള്ളിയുടെ കുറേ പരിപാടികളുണ്ട്. ആ പരിപാടികൾ കൊണ്ടുവന്നിട്ട് പുള്ളി ചെയ്യുന്ന കുറേ പരിപാടികളും ആ സിറ്റുവേഷനിൽ വരുന്ന ഡയലോഗ്സും കൗണ്ടറുകളും ഒക്കെ ഭയങ്കര കിടിലമായിരുന്നു. സോ അത് നല്ല രീതിക്ക് വർക്കായി. പിന്നെ സിജു സണ്ണി, പുള്ളിയുടെ ക്യാരക്ടറും ഭയങ്കര നൈസായിരുന്നു. പുള്ളിക്ക് ചെയ്യാൻ കുറച്ചേ ഉള്ളൂ, പക്ഷേ ആ ഏരിയ അത്രയും പുള്ളി വൃത്തിയാവണ്ണം ചെയ്തു വെച്ചു. സുബിൻ ടാർസൻ, പുള്ളിക്കാരനും ഈ സിനിമയിലൊരു കഥാപാത്രമാണ്.
അങ്ങനെ അവരുടെ കൂടെ തന്നെ പെയിൻറ്റ് പണിക്ക് വരുന്ന 2 ചേട്ടന്മാരായിട്ട് വരുന്ന ടീമുകളുണ്ട്. അതിൽ താടി വെച്ചൊരു ചേട്ടൻ ഉണ്ടാകുമ്പോൾ പുള്ളിക്കാരൻ്റെ കുറേ എക്സ്പ്രഷൻ ഉണ്ടാകും, ഒരു രക്ഷയില്ല. പുള്ളിക്ക് വേണ്ടിയിട്ടൊരു ടൈലൻറ്റ് വരെ ഈ സിനിമയിൽ വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സാധനമാണ് പുള്ളിക്കാരൻ ചെയ്തത്. യാതൊരു കീടിലുമായിട്ടാണ് വർക്കായിരിക്കുന്നത്. പിന്നെ ബൈജു ചേട്ടൻ പുള്ളിയുടെ ആസ് യൂഷ്വൽ പുള്ളിക്ക് കൊടുത്തിരിക്കുന്ന ഏരിയ പുള്ളി കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നോബി ചേട്ടൻ, രതീഷ് റോഹിണി, ഇങ്ങനെ പോയി കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. വിജി തമ്പി, പിന്നെ അങ്ങനെ കുറേ പേര് ഈ സിനിമയിൽ പേരറിയാത്ത ഒരുപാട് പേര് വരെ ഗംഭീര പെർഫോമൻസുകളാണ്. അയൽക്കൂട്ടം ചേച്ചിമാരുടെയൊക്കെ കുറേ സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ അക്കച്ചിയെ കാണാൻ വരുന്നൊരു ചേച്ചിയുണ്ട്, എൻ്റെ അമ്മ ഒരു രക്ഷയില്ല. അമ്മച്ചിയുടെയൊക്കെ വന്ന ആട്ടോയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി നടന്നിട്ട് പുള്ളിക്കാരുടെ കുറേ പരിപാടികളുണ്ട്. ഇതൊക്കെ പലയിടത്ത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൊരു സാധനമാണ്. സോ ഒരു മരണ വീട്ടിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ നമ്മളിങ്ങനെ ഫുൾ ഔട്ട്സൈഡിൽ ഇങ്ങനെ ഇരുന്ന് വീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ചിരി വന്നു പോകുന്ന കുറേ ഘടകങ്ങൾ അതിനെ കറക്റ്റായിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുപോകാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. സോ വലിയ ബോറിംഗ് ഒന്നും ഇല്ലാത്ത രീതിയിൽ നല്ല പെർഫോമൻസുകളിലൂടെ അതിനെ കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലെ കുറേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകളാണെങ്കിലും വിഷ്വൽസ് ആണെങ്കിലും ഒക്കെ ഭയങ്കര നൈസായിരുന്നു. പറയുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടലി ഈ ഒരു സിനിമയുടെ സ്റ്റാർട്ടിങ് ടു എൻഡിങ് വരേക്കും കഥ പറയുന്നത് ഒരേ ഒരു ഏരിയക്കകത്താണ്. ആ ഏരിയക്കകത്ത് നിന്നും കൊണ്ട് ചെയ്യാൻ പറ്റുന്ന തമാശകളെ ആ തമാശകളുടെ ലെവല് ഒരുപാട് കൂടാതെയും ഒരുപാട് താഴാതെയും നൈസായിട്ട് എങ്ങനെ ആ ഏരിയക്കകത്ത് തന്നെ കൊണ്ടുപോകാം എന്നുള്ളത് അവർ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ എന്നുള്ള ഒരുപാട് ആൾക്കാരെ ഈ സിനിമയിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അത് നന്നായിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാവരും അവരവരുടെ ക്യാരക്ടേഴ്സ് ഭയങ്കര നൈസായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ആർക്കും ഓവറാക്കാനില്ല, ചളവാക്കാനില്ല. ഇതിനകത്തൊരു മീശ വെച്ചിട്ട് മറ്റേ ഹൽക്കോകൻ്റെ കണക്കത്തെ മീശയൊക്കെ വെച്ചൊരു അമ്മാവനുണ്ട്. അയ്യോ ഒരു രക്ഷയില്ല. ഇങ്ങനെയൊക്കെ വന്നിരുന്ന് കൗണ്ടർ അടിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചൂരെല്ലാം മച്ചാൻ തിരിച്ചു കൊടുക്കുന്ന കൗണ്ടറും ബൈജു ചേട്ടൻ വന്നിരിക്കുന്ന കൗണ്ടറും ഒക്കെ ഭയങ്കര രസമാണ്. പിന്നെ ഇതിനകത്ത് വില്ലൻ പോലത്തെ ഒരു ക്യാരക്ടർ അടക്കി വെച്ച് വരും. അയാളും ഭയങ്കര നൈസാണ്. അയാൾക്കിട്ട് കിട്ടുന്നൊരു അടി അതൊക്കെ ഭയങ്കര രസമാണ്. ചില ഏരിയകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല പീക്കിലോട്ട് കൊണ്ടുപോകും. ബാക്കിയൊക്കെ ഇങ്ങനെ ഫ്ലാറ്റായിട്ട് ചില തമാശകൾ നമുക്ക് വർക്കാവാതെയൊക്കെ പോയി ഓക്കെ. ബട്ട് എന്താണെങ്കിലും സ്റ്റാർട്ടിങ് ടു എൻഡിങ് വരേക്കും അത്യാവശ്യം നല്ല രീതിയിൽ എൻഗേജ്ഡായിട്ട് പോകുന്ന ഏരിയാസിനെല്ലാം നൈസായിട്ട് തമാശകളിലൂടെ ബ്ലാക്ക് ഹ്യൂമറുകളിലൂടെ ഓഡിയൻസിനെ ചിരിപ്പിക്കാനും അവരെ ചിന്തിപ്പിക്കാനും ഒക്കെ കുറേ ഇന്നർ പൊളിറ്റിക്സ് ഒക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് സിനിമ കടന്നു പോകുന്നത്. സോ ടോട്ടലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വീടിനകത്ത് നടക്കുന്ന അല്ലെങ്കിൽ വീടിൻ്റെ ആ ചുറ്റുമതിലിനുള്ളിൽ നടക്കുന്ന ഒരു ഏരിയയിൽ നടക്കുന്ന ഒരു നാട്ടുമ്പുറത്ത് നടക്കുന്ന ഒരു ചെറിയ പടം. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഒരു ഇമയോൻ്റെ ഒരു കോമഡി വെർഷൻ, ഒരു കോമിക് സ്റ്റൈലിൽ പിടിച്ചിരിക്കുന്ന ഒരു പടമാണിത്. സോ അവിടെ കൂടുതൽ എക്സ്പെക്റ്റേഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നിങ്ങൾ ചെന്നിരുന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന കുറേ പരിപാടികൾ ഈ സിനിമയ്ക്കകത്തുണ്ട്. സോ ത്രൂ ഔട്ട് ഈ സിനിമ കണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം കുറേ ഏരിയാസ് എൻജോയ് ചെയ്യാൻ പോകും. എനിക്ക് ആക്ച്വലി എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ വർക്കാവാൻ ചാൻസ് കൂടുതലാണ്. സോ കൂടുതലൊന്നും പറയുന്നില്ല, അഭിപ്രായങ്ങൾ വ്യക്തിപരമാണ്. സിനിമ തിയേറ്ററിൽ തന്നെ കണ്ട് വിലയിരുത്തുക. ഇൻഷോർട്ട് മല്ലു ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 3.5 ഔട്ട് ഓഫ് 5 ആണ്. അപ്പോൾ കൂടുതലൊന്നും പറയുന്നത് നമ്മുടെ ചാനൽ വരുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ചാനൽ ഇഷ്ടമായാൽ വീഡിയോസ് ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. കൂടെ ഉണ്ടാവുക, സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസും റിവ്യൂസും റോസ്റ്റിംഗ് ഒക്കെ വീണ്ടും കാണാം. അതുവരേക്കും